ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിന്റെ വചനത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം കേൾക്കാനായിട്ടുള്ളത് ഏത് വംശവും അതിനൊരു ആരംഭമുണ്ട്. ഇപ്പോ കണ്ണദാസൻ പറഞ്ഞത് സംശയം പറഞ്ഞു. അത് ചരിത്രത്തിൽ പഠിക്കാനുള്ളതാണ്. 3 വംശമാണ്. അതായത് നോഹയുടെ 3 മക്കളാണ്. ശേം, ഹാം, യാഫത്ത്. ശേമിന്റെ പരമ്പര സെമറ്റിക് എന്നും ഹാമിന്റെ പരമ്പര ഹമറ്റിക് എന്നും യാഫത്തിന്റെ പരമ്പര യാഫറ്റിക് എന്നും അറിയുക. റഷ്യയും അതുപോലെ തന്നെ ജർമ്മനി അങ്ങനെയുള്ള ആ ഭാഗങ്ങൾക്ക് യാഫറ്റിക്കും, മധ്യപൂർവേഷ്യയിൽ കാണുന്നവരെ നമ്മൾ സെമറ്റിക് എന്നും അതുപോലെ ആഫ്രിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളെ ഹാമറ്റിക് എന്നും ചരിത്രം പഠിപ്പിക്കുകയാണ്. അത് ചരിത്രം തന്നെയാണ്. നമ്മൾ ചിന്തിച്ച വിഷയം അതല്ല. ഏത് ചരിത്രത്തിന്റെയും ആരംഭം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ആരംഭം വരുമ്പോ അവൻ സമൂഹത്തിൽ നിന്ന് വേർപെട്ടവനായിരിക്കും, കുടുംബത്തിൽ നിന്ന് വേർപെട്ടവനായിരിക്കും, സഹോദരത്തിൽ നിന്ന് വേർപെട്ടവനായിരിക്കും. അങ്ങനെ പലപ്പോഴും ഒന്നും ചേരാത്തൊരു അനുഭവം. അതിനാണ് വചനം പറയുന്നത്, ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുവന്റെ പ്രവൃത്തി നേരുള്ളതായി തീരുമെന്ന് അറിയാം. യോസേഫ് വിചാരിച്ചു, യോസേഫ് സഹോദരന്മാരുടെ ഇടയിൽ അതിനൊരു കാരണമുണ്ടായി. അപ്പൻ മറ്റുള്ള സഹോദരന്മാരെക്കാൾ കൂടുതൽ യോസേഫിനെ സ്നേഹിച്ചു. യോസേഫിന് ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്തു. സഹോദരന്മാരിൽ അസൂയ ജനിച്ചു. അവർക്ക് സമാധാനമായിട്ട് യോസേഫിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യോസേഫ് സ്വപ്നം കണ്ടു. സഹോദരന്മാരുമായിട്ട് വീണ്ടും അകന്നു. രണ്ടാമത്തെ സ്വപ്നം കണ്ടു. അപ്പനോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നത് കണ്ടു. ഓ, അത് പ്രശ്നമായി. അത് അപ്പന്റെ നേർക്കുള്ളതാ. അപ്പൊ ഞാനും നിന്റെ അമ്മയും നിന്നെ നമസ്കരിക്കാൻ വരുമെന്നാണോ പറയുന്നത്? കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ വിഷയങ്ങൾ. കാരണം അത് വേറൊരു ഭാവിയാണ്. അത് വളർന്നു വരുമ്പോൾ ഇത് സാധാരണ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെല്ലാനുള്ളതല്ല. സഹോദരന്മാരെത്തുന്ന സ്ഥലത്തല്ല യോസേഫ് എത്താനുള്ളത്. സഹോദരന്മാരുടെ മഹത്വമല്ല യോസേഫിനുള്ളത്. ഈ കാര്യങ്ങൾ അറിഞ്ഞ് യാക്കോബ് മകനെ ശാസിച്ചു. എങ്കിലും ഈ പറഞ്ഞത് ഹൃദയത്തിൽ വെച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ കേൾക്കാനിടയായിരുന്ന ബാലന്റെ കാര്യത്തിൽ നിനക്ക് വ്യസനം തോന്നരുത്. നിനക്ക് വ്യസനം തോന്നും. എന്താണെന്നറിയാമോ? നീ ഇന്ന് കാണുന്നത് ആരെയാണ്? നീ ഇന്ന് കാണുന്നത് നിന്റെ മകൻ ഇസ്മായിലിനെയും നിന്റെ മകൻ ഇസ്ഹാക്കിനെ കാണുന്നു. അവരെ പ്രസവിച്ച ഹാഗാറിനെയും സാറയെയാണ് കാണുന്നത്. ദൈവം കാണുന്നത് അങ്ങനെയല്ല. ദൈവം കാണുന്നത് വലിയൊരു സമൂഹത്തെയാണ്. ഹാഗാര്യർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തെയാണ്. ഇത് രണ്ടും ഒരിക്കലും ചേരില്ല. ഇന്ന് ഇത്രയല്ലേ ഉള്ളൂ. നാളെ സംഭവിക്കാനിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ലോക ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബാല്യമായിരുന്നു അത്. നാളെ സംഭവിക്കാനിരിക്കുന്നതിന്റെ ഒരു ബാല്യമാണ് അവിടെ നീ കാണുന്നത്. ഈ കാര്യത്തിൽ നിനക്ക് വ്യസനം തോന്നരുത്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്ന് നമ്മൾ ചെറുതെന്നും ഏറ്റവും ലഘുവെന്നും വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പലരെയും ഗണ്യമാക്കുന്നു, പലരെയും ഗണ്യമാക്കുന്നില്ല. ചിലരെ ശ്രേഷ്ഠമായി കാണുന്നു, ചിലരെ ഹീനമായി കാണുന്നു. അതൊന്നും അല്ല അതിന്റെ കാര്യം. പിന്നെയോ, ഇതാ നാളത്തേക്ക് വലിയൊരു സമൂഹവും വലിയൊരു
പ്രവർത്തനങ്ങളും ദൈവം തന്റെ ജനത്തിൽ കാണുന്നു. അത് തന്റെ ജനത്തിൽ കാണുന്ന ബാല്യമായി തീരാൻ ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത് എത്രയോ പേര് നമ്മളുടെ കേരളം സഭ ആരംഭിക്കുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു? വളരെ ചുരുക്കം. ഒടുവിൽ ഞാനും 92 അവസാനം ഞാനും വന്നുകൂടി. അങ്ങനെ 8 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ. ആ 8 പേരടങ്ങുന്ന കൂട്ടായ്മ വളരെ സന്തോഷമായി. എന്നാൽ അതെന്തായി ഇന്ന് കാണുന്ന ഈ അനുഭവമായി തീർന്നു. ഇന്ത്യ ജിസ്ലൈം പെന്തക്കോസ്ത് സഭയ്ക്ക് തന്നെ താങ്ങും തണലുമായി സഭ വളർന്നു. മാത്രമല്ല, നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്ന് ഈ ലോകത്തിൽ അനവധി ഉപദേശങ്ങളുണ്ടെങ്കിലും ഇന്ന് ഇതിലുള്ളവർ തന്നെ ചവിട്ടി താഴ്ത്തിയാൽ ലോകം മുഴുവനും അംഗീകരിക്കത്തക്കതായ അടിസ്ഥാനപ്പെട്ട ഉപദേശം നിന്ന് പുറപ്പെടുന്ന അതിന്റെ ബാല്യമാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അത് വളർന്ന് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ കൊണ്ടും തീരുമെന്ന് വിചാരിക്കണ്ട, അത് വേറെ നിലയിലേക്ക് വരാൻ പോവാ. ഇതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ചുരുങ്ങിയ കൂട്ടായ്മ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട. സർവശക്തനായ ദൈവം ഒരു കാര്യത്തെ വലുതാക്കാനും ചെറുതാക്കാനും ദൈവത്തിന് കഴിയും. കാരണം ഏത് കാര്യം അല്പം കൊണ്ടോ അധികം കൊണ്ടോ പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവിന് പ്രയാസമില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ബലമുള്ള കരത്തിന് കീഴിൽ താണിരുന്നാൽ നിശ്ചയമായിട്ടും ഇതൊരു അതിശയ വിഷയമായി തന്നെ തീരും. ദൈവത്തെ ഭയപ്പെട്ടാൽ, കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന് ബലമുള്ള കരത്തിന് കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. അത് ഒരു സംഭവമായി തീരും. അത് തന്നെയാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാൻ ഇടയായി തരുന്നത്. ബാലിന്റെ സമയത്ത് നീ വ്യസനിക്കരുത്. ദാസിയെയും മകനെയും അവളുടെ വാക്ക് കേട്ട് പുറത്താക്കി കളയാം. സ്വന്തം കൈകൊണ്ട് പുറത്തേക്ക് ആ സമയം ആർക്ക് സഹിക്കാൻ പറ്റും? തനിക്ക് ആദ്യം ഉണ്ടായ ഒരു മനുഷ്യൻ, ഒരു മകൻ, ആ മകനെ അവന്റെ തോളിലേക്ക് വിറകും അവന് ചുമടും വെള്ളവും ഭക്ഷണവും എല്ലാം വെച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞു, വ്യസനം തോന്നരുത്. ഇന്ന് വ്യസനം തോന്നരുത്. നാളെ നീ അതിന്റെ അവസ്ഥ കാണും. കാരണം അത് ദൈവം കാണും. ദൈവം കണ്ടുകൊണ്ടാണ് പറയുന്നത് വ്യസനം തോന്നരുത്. ഇന്ന് നമുക്ക് വ്യസനമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. യാത്രയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അത്ര വലുതാണ്. അതൊക്കെയും സാരമില്ല. ദൈവം വലിയൊരു പ്രവൃത്തി, ദൈവം വലിയൊരു അനുഭവം ഇതിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെ തടുക്കുന്നത് ആരും? ആർക്കും സാധിക്കില്ല. കുട്ടികളെ മുടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.